എല്ലാവർക്കും അറിയാം, ദോഹയിൽ ഇപ്പോൾ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം, അറബി സംസാരിക്കുന്ന ആ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന അടുത്തടുത്ത് ഉള്ള കുറേ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ. യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവിടെ ഒരു ഇസ്ലാമിക് എന്നൊരു വാക്കുകൂടെ തിരികെ കയറ്റിക്കൊണ്ട് ഒരു മതരാജ്യങ്ങളുടെ കൂട്ടായ്മയാക്കി മാറ്റി. മതത്തിൻ്റെ പേരിൽ രൂപീകരിച്ച ലോകത്തെ വിഘടനവാദത്തിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു രാജ്യങ്ങളെയൊക്കെ തന്നെ UN എന്ന സംഘടനയിൽ അംഗത്വം നിലനിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. UN എന്ന സംഘടന എന്തുകൊണ്ട് ഈ ഒരു രൂപീകരണത്തിന് ശേഷം ഈ രാജ്യങ്ങളെയൊന്നും അടിച്ചു പുറത്താക്കിയില്ല? അതുകൊണ്ടാണല്ലോ ഇതുമാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇന്ത്യക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളുടെ പ്രശ്നങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത്. അങ്ങനെയൊക്കെ UN ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു കൂട്ടായ്മ നടക്കുന്നത് ദോഹയിലാണെങ്കിലും പാകിസ്ഥാന്റെ പ്രകടനം കണ്ടാൽ നമുക്ക് തോന്നുക പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്നതെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ UN-ലും ഇപ്പോൾ ദോഹയിലും ഇതേ ആവേശത്തിലാണ് പാകിസ്ഥാൻ വാല് പൊക്കിയപ്പോഴേ കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. പാലസ്തീനിലോ ഗാസയിലോ അല്ല ഇപ്പോൾ ബോംബ് വർഷിച്ചിരിക്കുന്നത്, ഖത്തറിലാണ്. അങ്ങനെ ഖത്തറിനെ കയറി ആക്രമിച്ച ഇസ്രായേലിനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അവിടെ നാശമുണ്ടാവുക പാകിസ്ഥാൻ്റെതാണെന്ന് ഈ രാജ്യത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ അറബികളെയൊക്കെ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് മറ്റേ ബോണ്ട ഇരിപ്പുണ്ട്, ആ ബോണ്ട കൊണ്ട് എറിഞ്ഞ് ഇവൻ്റെയൊക്കെ തലമണ്ട ഭസ്മീകരിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അറബികൾ ഇത് മൂളി കേട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാരണം ഈ അറബികൾക്ക് നന്നായിട്ടറിയാം അവരുടെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സായിപ്പിൻ്റെ ബുദ്ധിയും ടെക്നോളജിയുമാണെന്ന്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനിൽ നമ്മൾ അടിച്ച് നിരപ്പാക്കി കളഞ്ഞ തീവ്രവാദികളുടെ പള്ളിക്കൂടങ്ങളെല്ലാം തന്നെ പുതുതായി പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത്. വേൾഡ് ബാങ്കും അമേരിക്കയും ഒക്കെ കൊടുത്ത പണവും പിന്നെ ഈ അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ തെണ്ടിക്കൊണ്ടുവന്ന പണവും ഒക്കെ ഉപയോഗിച്ച് ഈ തീവ്രവാദികൾക്കൊക്കെ നല്ല പരിശീലനം കൊടുത്ത് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് അയക്കുന്നതാണ്. ഇസ്രായേലിനൊരു തിരിച്ചടി കൊടുത്തൊരു പാഠം ഇന്ത്യക്ക് കൊടുത്തില്ലെങ്കിൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം പോലും നരേന്ദ്രമോദി ഭൂപടത്തിൽ പോലും വച്ചേക്കില്ലെന്ന് ഈ രാജ്യത്തിന് നന്നായിട്ടറിയാം. പക്ഷേ ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഘർഷം തുടങ്ങുന്നത് തന്നെ അവരുടെ രാജ്യത്തെ ജനങ്ങളെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയതോടുകൂടെയാണ്. 1200-ലധികം വരുന്ന ആ ജനങ്ങളിൽ പകുതി പേരെയും കൊന്നുകളഞ്ഞു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നു. ബാക്കിയുള്ളവരിൽ അവസാനത്തെയാളെ മോചിപ്പിക്കുന്നതുവരെ ഹമാസിനെയോ ആ തീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്നവരെയോ വെറുതെ വിടില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.